അപ്പോൾ ഈ സാംസ്കാരികമായ ബിംബങ്ങളെ, ഈ സംസ്കാരത്തിനെ എതിർക്കുന്ന ആളുകൾ വളരെ ശക്തിയായി എതിർക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അധാർമികതയെ എത്രയും പെട്ടെന്ന് തകർത്ത് കളയും എന്നുള്ളത് കൊണ്ട്. അതായത് ഗുരുവിനെ നമസ്കരിച്ചു കൊടുങ്ങിയ ഒരു കുട്ടിയെ കൊണ്ട് നാളെ ഗുരുവിന്റെ കോലം കത്തിക്കാനോ ഗുരുവിന് ശവമാളം ഒരുക്കാനോ പറയാൻ പറ്റില്ല. ഇസ്ലാം ആക്രമണത്തിന്റെ വഴി കൂടെയും ക്രിസ്ത്യാനിറ്റി പ്രലോഭനത്തിന്റെ വഴി കൂടെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരവർക്ക് അവരവരുടെ കാര്യത്തിൽ വലിയ വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് മതം മാറുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറച്ച് സുവിശേഷകർ വന്നു. അവര് തർക്കിച്ച് അവസാനം ഏത് സംസ്കൃതിയിൽപ്പെട്ട ആളാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ സൃഷ്ടിക്കാൻ കാരണമായ ആളുകളുടെ സർഗശേഷിയെങ്കിലും നമസ്കരിച്ചിട്ടേ അവിടെ നിന്ന് വരുള്ളൂ. അവിടെ ഔറംഗസീബ് വർഷങ്ങളോളം നിന്നാണ് അതിലെ ഓരോ വിഗ്രഹവും തല്ലി പൊട്ടിക്കണം എന്ന് തീരുമാനിച്ചത്. ഇന്നും അതങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പകുതി ആക്രമിച്ച് നിലനിർത്തിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഈ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ ആത്മാഭിമാനമില്ലായ്മയുടെ, നിങ്ങളുടെ അപമാനത്തിന്റെ ഒക്കെ ഒരു ചിഹ്നമായിട്ട് അതെല്ലാ കാലത്തും നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട്. സ്വാമിജി ഇപ്പൊ പറഞ്ഞതിൽ അടുത്ത ചോദ്യത്തിലേക്കുള്ള ഒരു വഴിയാണ് കിടക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ ഇന്ന് ഉയർന്നു കഴിഞ്ഞു. അതിന്റെ ഒരു വ്യത്യാസം സമൂഹത്തിൽ കാണാനുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അയോധ്യയുടെ അത്രയൊരു എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് തിരിച്ചറിയാത്തവർ പോലും ഇന്ന് അയോധ്യയിലേക്ക് പോവുകയും, അല്ലെങ്കിൽ ഒരു പ്രവാഹം കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. അതിലൊരു ശ്രീരാമന്റെ ആ ഒരു വീര്യം കുറച്ചെങ്കിലും ഒക്കെ ആൾക്കാരിലേക്ക് കേരളത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വന്നവരെ ധാരാളം, എന്റെ കുടുംബത്തിൽ തന്നെ പലരും പോയി വന്നതിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇന്ന് നമ്മളിപ്പോ കാശിയും അതുപോലെ മധുരയും ഇതേപോലെയുള്ള വ്യവഹാരങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതെല്ലാം വീണ്ടെടുക്കേണ്ട നമ്മുടെ പൂർവികമായിട്ടുള്ള പുണ്യസ്ഥാനങ്ങൾ വീണ്ടെടുക്കുന്നതിന്റെ ആവശ്യകത സ്വാമിയെ സംബന്ധിച്ച് എന്താണ്? രണ്ട് തരത്തിലാണ് ഇതിനുള്ളൊരു കാര്യമുള്ളത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, ശരീരമല്ല ഞാൻ. ഭാരതത്തിന്റെ തത്വചിന്ത ഏറ്റവും അടിസ്ഥാനമായി പറഞ്ഞിട്ടുണ്ട്, ഈ ശരീരമല്ല ഞാൻ, ഈ കാണുന്നതൊന്നുമല്ല ഞാൻ എന്നുള്ളത് ഓരോന്നിനും ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നും പറഞ്ഞിട്ടുണ്ട്. ധർമ്മത്തെ സാധ്യമാക്കാനുള്ള ഏക ഉപാധി ഈ ശരീരമാണ്. അങ്ങനെയാണ് ഭൗതികമായി ഭൂമിയിൽ കാണുന്ന ഓരോ തീർത്ഥസ്ഥാനങ്ങളും ഉള്ളത്. നമുക്ക് തത്വചിന്താപരമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ആ തീർത്ഥസ്ഥാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊന്നും അല്ല, അതിൻ്റെ ഉള്ളിലെ തത്വമാണ് പ്രാധാന്യം. പക്ഷെ ആ തത്വത്തെ നമുക്ക് തിരിച്ചറിയിക്കപ്പെടുന്ന ഉപാധികളാണ് ആ തീർത്ഥസ്ഥാനങ്ങൾ. അപ്പൊ ആ തീർത്ഥസ്ഥാനങ്ങൾ അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടിയും അതിൻ്റെ പവിത്രതയോടുകൂടിയും അതിൻ്റെതായിട്ടുള്ള മഹനീയതയോടുകൂടിയും നിലനിന്നാലേ അത് വഴി പോകേണ്ട ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇതെങ്ങനെയാണോ ഈ ശരീരമാണ് നമുക്ക് ധർമ്മത്തെ പ്രാപിക്കാനുള്ള വഴിയായിരിക്കുന്നത് എന്നുള്ളത് പോലെ ബാഹ്യമായിട്ടുള്ള ശരീരത്തിന്റെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ശരീരമാണ് ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം. അത് അതിൻ്റെതായിട്ടുള്ള ഗരിമയോടുകൂടിയും നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ ഇരിക്കണം എന്ന് പറയുന്നത് പോലെ ഇരുന്നാലാണ് നമുക്ക് ധർമ്മത്തിലേക്കുള്ള പാത സുഗമമായി തീരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട്, അതായത് ഇന്ന് ഭാരതത്തിന് എന്തെങ്കിലുമൊക്കെ ച്യുതികൾ ഉണ്ടെങ്കിൽ ആ ച്യുതികളുടെ ഒരു കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നിലനിൽക്കുന്ന അധിനിവേശത്തിൻ്റെതായിട്ടുള്ള മാലിന്യങ്ങളാണ്. അതിനെ മാറ്റേണ്ടതുണ്ട്. അതൊരു അടിസ്ഥാനപരമായ കാര്യം. ബാഹ്യമായിട്ടുള്ളൊരു കാര്യം, പഴയ കാലത്ത് ഈ ഇസ്ലാം ആക്രമണകാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നത്തെ ശക്തി കൊണ്ടും ഒക്കെ ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കൽ വളരെ എളുപ്പമായിരുന്നു. നമ്മുടെ ഇവിടെ ഈ രാജാക്കന്മാരോ പഴയ കാലത്തെ ശിക്ഷ കൊണ്ട് കുടുംബം കുളം തോണ്ടുക എന്ന് പറയും. അതായത് വീടിന്റെ അവസാനത്തെ കല്ലും പറിച്ചു കളഞ്ഞ് അവിടെ കുളം കുത്തുക എന്ന് പറയുന്നത് പോലെ. എന്നാൽ അവിടെ ഒരു അടയാളം പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ചെയ്യാൻ ഇവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അതിന് ശക്തി ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ചെയ്തത്, നമ്മൾ മഹാരാഷ്ട്ര മുതൽ വടക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യം, ഒരു പ്രാചീനമായ ക്ഷേത്രവും ഈ മുസ്ലിം ആക്രമണകാരികളുടെ മുറിവേൽപ്പിക്കലിന് വിധേയമാകാത്തതില്ല. ഏതെങ്കിലും 2 വിഗ്രഹമെങ്കിലും തച്ചുടച്ചിട്ടുണ്ടാവും. കൈലാസനാഥേശ്വര ക്ഷേത്രം എല്ലോറ കേവ്സിലുള്ള
ഏത് സംസ്കൃതിയിൽപ്പെട്ട ആളാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കാൻ കാരണമായ ആളുകളുടെ സർഗശേഷിയെങ്കിലും നമസ്കരിച്ചിട്ടേ അവിടെ നിന്ന് വരുള്ളൂ. അവിടെ ഔറംഗസീബ് വർഷങ്ങളോളം നിന്നാണ് അതിൽ ഓരോ വിഗ്രഹവും തല്ലി പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചത്. ഇന്നും അത് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പകുതി ആക്രമിച്ച് നിലനിർത്തിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഈ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ ആത്മാഭിമാനമില്ലായ്മയുടെ, നിങ്ങളുടെ അപമാനത്തിന്റെ ഒക്കെ ഒരു ചിഹ്നമായിട്ട് അത് എല്ലാ കാലത്തും നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് പണിത ഈ അവശിഷ്ടത്തിന്റെ ഇത് കാണാം. ക്ഷേത്രത്തിന്റെ അവശിഷ്ടം, ക്ഷേത്രത്തിന്റെ ചുമരുകൾക്ക് മേലാണ് ഈ മീനാരം പണിതിരിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ പോലും നടത്തിയിരിക്കുന്നത്. അപ്പോ അത് എല്ലാം മാറ്റി ഈ സംസ്കൃതിയുടെ ആധാരശിലകൾ തന്നെ അവിടെ സ്ഥാപിക്കേണ്ടത് ഇവിടുത്തെ ജനതയുടെ, ഈ സംസ്കൃതിയുമായി ബന്ധപ്പെടുന്നവരുടെ, സമാജത്തിന്റെ ആത്മാഭിമാനത്തിന്റെ വിഷയം കൂടിയാണ്. അതായത് അപകർഷത പേറിക്കൊണ്ട് ഒരു സമൂഹത്തിനും ഒരു പരിധിയിൽ കൂടുതൽ വളരാൻ കഴിയില്ല. അവന് അഭിമാനം വേണം. ആ ഭൗതികമായിട്ട് ആ ആത്മാഭിമാനത്തിന്റെ വിഷയം കൂടിയാണ് ഇത്തരത്തിലുള്ള ധാർമ്മിക കേന്ദ്രങ്ങളുടെ വീണ്ടെടുപ്പ് എന്നുള്ളത്. അതിനപ്പുറത്ത് സൂക്ഷ്മാംശത്തില് നമ്മൾ ശരീരം എങ്ങനെയാണോ ധർമ്മത്തിലേക്കുള്ള വഴിയിൽ നമ്മുടെ ഉപാധിയായിരിക്കുന്നത്, അതുപോലെ ആണ് ധർമ്മത്തിലേക്കുള്ള, മോക്ഷത്തിലേക്കുള്ള വഴിയിൽ ഇത്തരം തീർത്ഥസ്ഥാനങ്ങളൊക്കെ ഉപാധിയായിരിക്കുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും ഇല്ലാതാക്കണം. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരു വെല്ലുവിളിയെ പറ്റിയിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു, നമ്മുടെ തീർത്ഥസ്ഥാനങ്ങളെല്ലാം വീണ്ടെടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു. മറ്റു ഒരു വെല്ലുവിളി നേരിടുന്നത് മതപരിവർത്തനം പോലുള്ള കാര്യങ്ങളാണ്. അതിന് ധാരാളം, നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ UP-യിലെ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിച്ച ഒരാളുടെ കാര്യം നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ മിഷണറിമാർ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും എല്ലാം വളരെയധികം പ്രവർത്തിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ നേരിടാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ അത് സാമ്പത്തികമായ ചൂഷണമാണോ ഒരുപക്ഷെ അതിലേക്കൊക്കെ എത്തിപ്പെടുന്നത്? എല്ലാ തരത്തിലും ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചൂഷണമുണ്ട്, അധികാരത്തിന്റെ ചൂഷണമുണ്ട്. ഇപ്പൊ നമ്മുടെ മലബാർ മേഖലയിൽ എത്രത്തോളം മതപരിവർത്തനം, ഇന്ന് കാണുന്ന അന്യമതസ്ഥരുടെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ കാരണം ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിലും മലബാർ ഹിന്ദു വംശഹത്യയെയും തുടർന്നുണ്ടായിട്ടുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള മതം മാറ്റലാണ്. ഇപ്പൊ ഇന്ന് കാണുന്ന പല മുസ്ലിം മതവിശ്വാസികളുടെയും 4-5 തലമുറ മുമ്പുള്ള ആളുകൾ തല വെട്ടിക്കളയുന്നതിനെ പേടിച്ചിട്ട് മതം മാറിയ ആളുകളാണ്. ഇന്നും അത്തരത്തിലുള്ള ഭീഷണികള്, പ്രയാസങ്ങളും ഒക്കെ പല സമൂഹങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോ ഈ ഇസ്ലാം ആക്രമണത്തിന്റെ വഴി കൂടെയും ക്രിസ്ത്യാനിറ്റി പ്രലോഭനത്തിന്റെ വഴി കൂടെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരവർക്ക് അവരവരുടെ കാര്യത്തിൽ വലിയ വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് മതം മാറുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറച്ച് സുവിശേഷകർ വന്നു. അവര് തർക്കിച്ച് അവസാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് കുറച്ചും കൂടി പഠിച്ചിട്ട് വരാം, അപ്പൊ ഞങ്ങളെ അടിച്ച് പുറത്താക്കരുത്. അപ്പൊ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത്, ഇവിടെ അടിച്ചകത്താക്കുന്ന പരിപാടിയേ ഉള്ളൂ, അടിച്ച് പുറത്താക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവിടെയുള്ള ആചാര്യന്മാർക്ക്, ആ ആചാര്യന്മാർക്ക് ഈ ധർമ്മത്തിന്റെ കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രലോഭിപ്പിച്ചോ ആക്രമിച്ചോ മതം മാറ്റാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല. വരുന്ന ശിഷ്യന്മാര്, അന്യമതസ്ഥരായിട്ട് വരുന്ന ശിഷ്യന്മാർക്ക് പോലും മന്ത്രോപദേശവും ജീവിതാനുഷ്ഠാനങ്ങളും ഒക്കെ ഉപദേശിച്ചെങ്കിലും അതേ സംസ്കൃതിയിൽ തുടരാനാണ്. ശ്രീനാരായണ ഗുരുദേവൻ വിദേശിയായിട്ടുള്ള ഒരു ശിഷ്യന് സന്യാസ ദീക്ഷ കൊടുത്തത് വിദേശ വസ്ത്രം തന്നെ, കോട്ടും ടൈയൊക്കെ കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ആരെങ്കിലും വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ധാർമ്മികമായി ജീവിക്കൂ എന്നാണ് സാമാന്യമായി ഉപദേശിക്കാറ്. പിന്നെ അത് എന്തായാലും ഈ ചെറിയ കാര്യങ്ങളൊന്നും വലിയമായ ഒരു ലക്ഷ്യത്തിന് പ്രയോജനപ്പെടില്ല എന്ന് അവരുടെ യാത്രയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പൂർണ്ണമായും തന്നെ സനാതനധർമ്മത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ പ്രലോഭനം കൊണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നും സനാതനധർമ്മം ആരെയും
സ്വീകരിക്കാനോ എണ്ണം കൂട്ടാനോ ശ്രമിക്കുന്നത് നമുക്ക് നമ്മളുടെ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരിടത്ത് ഉറപ്പില്ലാത്തത് കൊണ്ട് അവര് അധികാരത്തിനും ശക്തിക്കും സമ്പത്തിനും ഒക്കെ വേണ്ടി ആളെണ്ണം വർദ്ധിപ്പിക്കണം, അതിനുവേണ്ടി ആക്രമണം, ഭീഷണി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഈ രാജനൈതികമായ കാരണങ്ങളാൽ എന്ന് പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഈ വർഗീയ പ്രീണനം കൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത്ര കാലമുള്ള ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതാണ് ഇതിനെ എത്രത്തോളം വളർത്തിയത്. ഇന്ന് അത് സമൂഹവും തിരിച്ചറിയുന്നുണ്ട്, സർക്കാരുകളും തിരിച്ചറിയുന്നു. അപ്പൊ അതില് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അതെ, അതിന് നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്, പരിശോധനകൾ വരുന്നുണ്ട്, തിരുത്തലുകൾ വരുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ അടിച്ചകത്താക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ സ്വാമിജി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധാരാളം വിദേശീയർ സ്വാമിജിയുടെ അഖാഡയിലും മറ്റ് സന്യാസി സമൂഹങ്ങളിലും എല്ലാം ഭാഗമായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സ്വാമിജിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇപ്പൊ വിദേശീയര്, നമ്മളിപ്പോ ആരെയും പ്രലോഭിപ്പിച്ച് ആരെയും വിളിക്കുന്നില്ല, എങ്കിലും വിദേശികൾ ഇവിടെ ഒരു എന്താ പറയാ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്, പല സന്യാസികളായി മാറുന്നുണ്ട്. എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ രാജസ്ഥാനിലൊരു വളരെ നമ്മളിന്ന് സായിപ്പ് എന്ന് വിളിക്കുന്ന പൂർണ്ണമായിട്ടും വൈറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിരുന്നു. അതായത് ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ് അദ്ദേഹം നടന്നു പോയത്. ഞാൻ തന്നെ വളരെ അത്ഭുതപ്പെട്ടാണ് നോക്കി നിന്നത്. അങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വന്ന് ഈ ഒരു സംസ്കാരത്തിലേക്ക് ചേരാനായിട്ട് എന്താണ് പ്രചോദനമാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ മുമ്പ് സംസാരിച്ചത് തന്നെയാണ്. എന്താണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും പരമമായ ഔന്നത്യത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ മറ്റുള്ളിടത്തൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായില്ലല്ലോ, ഞങ്ങൾക്ക് എന്തോ ഇനിയും കിട്ടാനുണ്ടല്ലോ, ഞാൻ ഇതുവരെ ചെയ്തതല്ലല്ലോ എനിക്ക് വേണ്ടത്, ഞാൻ ആരാണ് എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്നുള്ള സംശയം, ആശങ്ക എല്ലാവരിലും ഉണ്ടാവും. അതായത് പാശ്ചാത്യ സംസ്കൃതി അല്ലെങ്കിൽ സെമറ്റിക് മതങ്ങൾ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള കാരാഗ്രഹങ്ങളാണ്. മനുഷ്യന്റെ ആത്മാവിന്റെ സഹമായ പ്രകൃതം സ്വാതന്ത്ര്യ ബോധമാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. സ്വതന്ത്രരായിട്ടിരിക്കുന്നവർക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ വില പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ലെങ്കിൽ പോലും കാരാഗ്രഹത്തിലുള്ളവർക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ജയിലിലാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും. അപ്പൊ അവര് സ്വാതന്ത്ര്യത്തിനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആ സ്വാതന്ത്ര്യത്തിനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടാണ് അവര് ഭാരതത്തിലെത്തുന്നതും സനാതന ധർമ്മത്തിന്റെ ധാരകളുമായിട്ട് ഇഴുകിച്ചേരും. തീർച്ചയായിട്ടും അവർക്ക് അതിൽ പൂർണ്ണമായിട്ടും അതിലൂടെ ഇഴുകിച്ചേരാൻ സാധിക്കുന്നുണ്ട് അല്ലെ? സ്വാമിജിയുടെ അഖാഡയിൽ തന്നെ വിദേശികൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ പലപ്പോഴും അവര് യാത്രയിൽ തന്നെയായിരിക്കാം. കാരണം അവരുടെ എല്ലാ ആശങ്കകളുമോ അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരം ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ വരുന്നത്. പൂർണ്ണമായിട്ടും കിട്ടിയിട്ട് എന്നുള്ള നിലയ്ക്കല്ല. പക്ഷെ അങ്ങനെ മുന്നോട്ട് വന്ന് ആ വഴി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നതുകൊണ്ടാണല്ലോ അവർ ഇതിൽ തന്നെ നിൽക്കുന്നത്. കാരണം ആരും പിടിച്ചു നിർത്തുന്നില്ല. നാളെ നിങ്ങൾ ഈ ധർമ്മത്തെ ഉപേക്ഷിച്ച് പോയാലും ആരും ചോദിക്കാൻ വരുന്നില്ല. ഒരാളും ഈ ധർമ്മത്തെ ഉപേക്ഷിച്ച് പോയവരെ വെടിവെച്ച് കൊല്ലണമെന്നോ വെട്ടിക്കൊല്ലണമെന്നോ ഈ ധർമ്മം പറയുന്നില്ല. അതെ അതെ, തീർച്ചയായിട്ടും ആ ധർമ്മത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുന്നത്, അവരതിൽ കാണുന്നൊരു മഹത്വമാണ് അവരെ അതിൽ നിർത്തുന്നത്, അല്ലാതെ ബാഹ്യമായ ഇടപെടലുകളൊന്നും. അവർക്ക് സന്തോഷമുള്ളത് കൊണ്ട്, അവർക്ക് ആനന്ദം അനുഭവിക്കാനാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരതിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ നടക്കുന്ന ഒരു ഇത്, അത് ഒന്ന് ഭാരതാംബ എന്ന് പറയുന്നത്, നമ്മളിന്ന് നമ്മുടെ കേരള ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലൊന്ന് ഭാരതാംബ കയ്യിലൊരു കൊടിയുമായിട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം. രണ്ട്, ഗുരുപൂജയുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് സമയമാറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് ചർച്ചകളാവാമെന്ന് പറയുന്ന ആൾക്കാർ അതേ സമയത്ത് തന്നെ ഗുരുപൂജയെ എതിർത്തുകൊണ്ട് വളരെയധികം ഇകഴ്ത്തിക്കൊണ്ട് മുമ്പോട്ട് വരുന്നു. സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് ഇതില് രണ്ട് കാര്യമാണുള്ളത്. ഒന്നിപ്പോ ഭാരതാംബ എന്ന് പറയുന്ന ഒരു ബിംബകൽപ്പന, അത് പ്രകൃതിയുടെ എല്ലാ അംശങ്ങളെയും നമ്മൾ അമ്മയായിട്ടാണ് കണ്ടിരുന്നത്. നദി അമ്മയാണ്, കാടമ്മയാണ്, ജനനി ജന്മഭൂമിശ്ച എന്നാണ് പറയുന്നത്. അതായത് അമ്മയ്ക്ക് തുല്യമാണ് ജനിച്ച ഭൂമി. അങ്ങനെ എല്ലാം നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഭാരതം എന്ന ദേശത്തെയും പൗരാണികര് ഭാരതാംബയായിട്ട് കണ്ടത്. അപ്പൊ ഈ അമ്മയുടെ കയ്യിൽ ഒരു പതാകയുണ്ടെങ്കിൽ,
എങ്കിൽ ആ അമ്മയ്ക്കൊരു നിറമുണ്ടെങ്കിൽ ആ നിറം സർവസംഘ പരിത്യാഗത്തിൻ്റെതായിട്ടുള്ള കാവ്യായിരിക്കും. മണ്ണിന്റെ നിറമാണ്. ഒരു ഭൂമിയുടെ നിറമാണ് അമ്മ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, മറ്റുള്ളത് രാഷ്ട്രീയത്തിന്റെ നിറമാണ്. രാഷ്ട്രീയം ഞാൻ മോശപ്പെട്ട ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്, രാഷ്ട്രത്തിനെ സംബന്ധിച്ച് എന്നുള്ളതല്ലേ, ഭരണവ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ളത് ഒന്നാണ് നമ്മുടെ ഇന്നത്തെ ത്രിവർണ പതാക എന്ന് പറയുന്നത്. ഒരു ഭൂമി, അമ്മ സങ്കല്പത്തിലുള്ള ഒരു ഭൂമി കയ്യിലൊരു പതാക പിടിക്കുന്നുണ്ടെങ്കിൽ ആ പതാകയുടെ നിറം ആ മണ്ണിന്റെ നിറമായിരിക്കും. ഇപ്പൊ സന്യാസിമാർ ഉടുക്കുന്ന വസ്ത്രവും മണ്ണ് മുക്കിയിട്ടാണ് കാവ്യാക്കുന്നത്. വെള്ള വസ്ത്രം മണ്ണിൽ മുക്കിയെടുത്തിട്ടാണ് അത് കാവ്യ കളറിലേക്ക് വരുന്നത്. അപ്പൊ മണ്ണിന്റെ നിറമാണ് അമ്മയുടെ കയ്യിൽ. ഒരു ഭൂപ്രദേശത്തിന് ഒരു മാതൃസങ്കല്പം കൊടുത്താൽ, ഒരു ദേവതാ സങ്കല്പം കൊടുത്താൽ, ആ അമ്മയുടെ കയ്യിൽ ഒരു പതാകയുണ്ടെങ്കിൽ ആ പതാകയുടെ നിറം ആ മണ്ണിന്റെ നിറമായിരിക്കും എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമ്മുടെ സംസ്കൃതി ആദരവിന്റെ സംസ്കൃതിയാണ്, കൃതജ്ഞതയുടെ സംസ്കൃതിയാണ്. അപ്പൊ നമ്മൾ അച്ഛനും അമ്മയ്ക്കും ബലിതർപ്പണം ചെയ്യും. ബലിതർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് അത് ചൊല്ലിത്തരുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ ചൊല്ലിത്തരാൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പരിമിതമായിട്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ സങ്കല്പം അവസാനിക്കുന്നത് അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണിനാം ഉദകന്തത്വം അക്ഷയം ഉപദിഷ്ടതു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സപ്തദ്വീപങ്ങളിലും, ഭൂമിയെ മുഴുവൻ 7 ദ്വീപുകളായിട്ടാണ് പൗരാണികമായിട്ടുള്ള ഒരു ഭൂമശാസ്ത്രം ഇവിടെ കണ്ടത്. 7 ദ്വീപുകളിലുമുള്ള കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കുമായിട്ടാണ് ഞാൻ ഈ ഉദകം സമർപ്പിക്കുന്നത്. കാരണം ഇതിന്റെ എല്ലാം സുസ്ഥിരതയാണ് എന്നെ ഇന്ന് ഞാനായി നിലനിർത്തുന്നത്. ഇവരൊക്കെ എന്റെ പിതൃക്കളാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഉദകം കൊടുക്കുന്നു. അക്ഷയം, നശിക്കാതെ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ അവരെല്ലാവരും. ഈ സങ്കല്പത്തിലാണ്. അപ്പൊ അങ്ങനെ കൃതജ്ഞതയുടെ, ആദരവിന്റെ ഒരു സങ്കല്പമാണ് ഭാരതീയമായിട്ടുള്ള സംസ്കൃതി. അത് നിഷേധത്തിന്റെ സംസ്കൃതിയല്ല, തള്ളിക്കളയുന്നതിന്റെ സംസ്കൃതിയല്ല. അച്ഛനെയും അമ്മയെയും നമസ്കരിച്ചത് കൊണ്ട് ഇവിടെ ഒരു കുട്ടിയും മോശക്കാരനാകുകയല്ല ചെയ്തിരിക്കുന്നത്, അവൻ അവന്റെ ഔന്നത്യങ്ങളിലേക്ക് വളരുകയാണ് ചെയ്തിരിക്കുന്നത്. ഗുരുക്കന്മാരെ നമസ്കരിച്ച ഋഷീശ്വരന്മാര് അവരുടെ മുമ്പിൽ വലിയ അറിവിന്റെ കവാടങ്ങൾ തുറക്കുകയുണ്ടായിരിക്കുന്നു. അവിടെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരിക്കുമ്പോൾ ആ വ്യക്തിയല്ല. നമ്മൾ അച്ഛന് പിതൃകർമ്മം ചെയ്യുമ്പോൾ സപ്തദ്വീപ നിവാസികളായിട്ടുള്ള അതീത കുല കോടികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എൻ്റെ തൊട്ട് മുമ്പുള്ള ജന്മകാരണമായിട്ടുള്ള പിതാവിനും മാതാവിനും ഞാൻ ഉദകം കൊടുക്കുന്നത്. അതുപോലെ എന്നിൽ അറിവായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കാലത്തുള്ള എൻ്റെ പ്രകൃതിക്ക് മുഴുവൻ അറിവായിട്ട് വിളങ്ങുന്ന മുഴുവൻ ഗുരു പരമ്പരയെയും പ്രതികരിച്ചുകൊണ്ട്, ഒരു കല്ലിൽ ഈശ്വരനെ കാണുന്നത് പോലെ ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയിൽ ഈ മുഴുവൻ ഗുരുപരമ്പരയെയും, അത് എൻ്റെ അകത്ത് തെളിയുന്ന ഗുരുപരമ്പരയുടെ വിഗ്രഹമായിട്ടാണ് ആ ഗുരുവിനെ പൂജിക്കുന്നത്. അപ്പൊ ഒരു സന്യാസിയെ കണ്ട് നമസ്കരിക്കുമ്പോൾ ആ സന്യാസി എന്ന് പറയുന്ന വ്യക്തിയല്ല. ഉത്തരഭാരതത്തിലൊന്നും സന്യാസിയുടെ ഗുണദോഷമേ നിങ്ങൾ നോക്കണ്ടെന്ന് പറയും. വസ്ത്രം നോക്കുക, ഗദ്ദിയെ നോക്കുക, പരമ്പരയെ നോക്കുക. ആ ഒരു കാര്യത്തിൽ ആ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് ഗുരുപൂജ എന്ന് പറയുന്നത്, ഗുരുവിനെ നമസ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാംസ്കാരികമായ ബിംബങ്ങളെ, ഈ സംസ്കാരത്തിനെ എതിർക്കുന്ന ആളുകൾ വളരെ ശക്തിയായി എതിർക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അധാർമികതയെ എത്രയും പെട്ടെന്ന് തകർത്ത് കളയും എന്നുള്ളത് കൊണ്ട്. അതായത് ഗുരുവിനെ നമസ്കരിച്ചു കൊടുങ്ങിയ ഒരു കുട്ടിയെ കൊണ്ട് നാളെ ഗുരുവിന്റെ കോലം കത്തിക്കാനോ ഗുരുവിന് ശവമാളം ഒരുക്കാനോ പറയാൻ പറ്റില്ല. അച്ഛനെയും അമ്മയെയും നമസ്കരിച്ചു തുടങ്ങിയ ഒരു കുട്ടിയെ കൊണ്ട് അച്ഛനെയും അമ്മയെയും നാളെ കൊണ്ടുപോയി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നതല്ല ഇത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിംബങ്ങളെ എതിർക്കുന്നത്. ഇപ്പോ ഭാരതാംബയെ അമ്മയായി കണ്ട്, ഈ ഭൂമിയെ അമ്മയായി കണ്ട് പൂജിക്കുന്ന ഒരാൾക്കും ഇവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന് കാരണമായ ഭൂപ്രദേശം ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ആഴത്തിലേക്ക് ഒരു സംസ്കൃതി ചെന്നാൽ അത് അനുഷ്ഠാനങ്ങളിലൂടെയാണ് ചെല്ലുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ ഒരു തത്വത്തെ ഊട്ടി ഉറപ്പിക്കുക. അപ്പോ ആ തത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കേണ്ടത്, ധർമ്മത്തെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുക എന്നുള്ളത് അധർമ്മികളുടെ സഹജ പ്രകൃതമാണ്.
അത് ആ ഒരു രീതിയിലാണ് ഇവിടെ വരുന്ന ഈ ഇതിനെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് കേരളീയ സംസ്കാരമല്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ എന്ത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിശ്വരൂപം പ്രദർശിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹം ഇവിടുത്തെ കുട്ടികൾ ആ സംസ്കൃതിയിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളും അവരുടെ അച്ഛനമ്മമാരും ആ സംസ്കൃതിയിലേക്ക് പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യത്യാസമാണുള്ളത്. തീർച്ചയായിട്ടും ഇതിലും നല്ലൊരു മറുപടി അതിന് കൊടുക്കാനില്ല. ഞാൻ എന്റെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുന്നത്, ഞാൻ സ്വാമിജിയോട് 90 മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഏതാണ്ട് 90 മിനിറ്റിനോട് അടുക്കുന്നു. അപ്പം ഞാൻ എന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഈ അഖാഡകളില് പൊതുവെ മലയാളി സാന്നിധ്യം വളരെ കുറവാണ്. സന്യാസി പരമ്പരകളില്, അഖാഡകൾ പോലുള്ള സന്യാസി പരമ്പരകളിൽ പൊതുവെ മലയാളി സാന്നിധ്യം വളരെ കുറവാണ്. ഇപ്പൊ സ്വാമിജിയുടെ സംബന്ധിച്ച് ഈ ഒരു വഴിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് സ്വാമിജിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? രണ്ട് കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടുമുള്ളൂ. ഒന്ന്, നിങ്ങൾക്കുള്ളിൽ ധർമ്മത്തെ കുറിച്ചിട്ടുള്ള അടിയുറച്ച ബോധ്യം ഉണ്ടായിരിക്കുക. അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. ധർമ്മത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കുക. അതാണ് അതിനെ തുടർന്ന് വരുന്ന രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തീരും. അതിന് ഇപ്പൊ ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ കുംഭമേളയിലോ അല്ലെങ്കിൽ അഖാഡകളിലോ എത്തി നമ്മൾ അതിന്റെ ഒരു പ്രാരംഭ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമായിരിക്കും അല്ലെ? ഞാനിത് ചോദിക്കാൻ കാര്യം, ഇവിടെ ആശ്രമങ്ങളുണ്ട് എങ്കിലും അല്ല, അത് നമ്മളിപ്പോഴിപ്പോ ഞാൻ അഖാഡകളുടെ വഴി എന്തുകൊണ്ട് ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പ്രകൃതം കുറച്ചുകൂടി രാജസമാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട്. അപ്പോ ഓരോരുത്തരും അവരവരുടെ വാസനയ്ക്കും പ്രകൃതത്തിനും അനുസരിച്ചിട്ടുള്ള പന്ഥാവുകൾ തേടുകയായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ ഭാരതത്തിൽ ഭിന്നമായ പരമ്പരകളും ഭിന്നമായ ആചാര്യന്മാരും ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള, അതായത് അഖാഡകളുടേതായിട്ടുള്ള ഒരു വഴിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അഖാഡകളിലെ സന്യാസിമാരുമായിട്ട് ബന്ധപ്പെടുക, സന്യാസിമാരുമായി ബന്ധപ്പെട്ട് അവർ അഖാഡകളിൽ എത്തിച്ചേരും. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അഖാഡകളുടെ ഒപ്പം അവരുടെ സേവാ പ്രവർത്തനങ്ങളിൽ മുഴുകി മുന്നോട്ട് പോവുക. അതിനുശേഷം അടുത്ത ഇതിലേക്ക് കടക്കുക എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരുടെ അവരുടെ പരിശീലനങ്ങളിൽ കൂടെ കടന്നു പോവുക. തുടർന്ന് കുംഭമേളകളിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ദീക്ഷകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുക. അപ്പൊ അതിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും ഇത്ര നേരം സ്വാമിജിയോട് സംസാരിക്കുന്നതിൽ നിന്നും എനിക്കത് മനസ്സിലായതാണ്, കുറച്ചുകൂടി രാജസമായ കാര്യങ്ങളെ അതേ രീതിയിൽ തന്നെ ഉത്തരം പറയുന്ന ഒരു ഇതാണ് ഞങ്ങളും കേട്ടത്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. ഇനിയും ധാരാളം കാര്യങ്ങൾ സംസാരിക്കാം. എത്ര നേരം വേണമെങ്കിലും സ്വാമിജിയോട് സംസാരിച്ചിരിക്കാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മൾ ആ ഒരു സമയം കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. ഇനിയൊരു അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ചേരണമെന്നൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. എന്റെ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടുമില്ല, വളരെ സന്തോഷമായിരുന്നു. അതെ, ഞങ്ങളോട് ചേർന്നതിന് വളരെയധികം സന്തോഷം സ്വാമിജി. സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും വിജയങ്ങളും നേരുന്നു. ഒന്നും